കൊച്ചിനെ ഒന്ന് കണ്ടാ മതി. നീ എന്നതാടി പെങ്ങളെ ഇങ്ങനെ വിടുകയല്ല. എനിക്ക് ചെറിയ തലവേദന പോലെ തോന്നുന്നുണ്ട്. ഇത്ര നേരം സംസാരിക്കുകയൊക്കെ ചെയ്തില്ലയോ, അതിൻ്റെ ആയിരിക്കും. നല്ല തലവേദന ഉണ്ടോടി? അങ്ങനല്ല, എന്തോ പോലെ ഒരു ഭാരം പോലെ. ഗുളിക കഴിച്ചതില്ലയോ? പിന്നെന്നാ, എന്നാലും പോയി കിടക്ക്. കിടന്നു കഴിഞ്ഞാൽ ഒന്ന് മാറും. പോട്ടെ. കിടന്നു? ഞാൻ കിടന്നോളാം. ഉറങ്ങിക്കോ. ഒന്നും ആലോചിച്ചിരിക്കണ്ട, ഒക്കെ നേരെയാവും. ഇതെന്നതാ കർത്താവേ, ചിരി പോവാത്ത എനിക്ക് ഞാൻ വട്ടാന്ന്. പന്നാശൻ എന്നെ വിളിക്കാതെ പോയില്ലേടി? ഷോ, എനിക്കൊന്നും കേക്കണ്ട, ഞാൻ നാളെ പോകും. പന്ന നാളെ വരും. നിക്കടി ഫേബാച്ചി, ഞാൻ നിന്നെ ഒരു 5 മിനിറ്റ് അങ്ങോട്ട് വിളിക്കാവേ. കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഫോൺ എടുത്തില്ലേല? പെട്ടെന്ന് വിളിച്ചോണം, ഇല്ല ഞാൻ ഉറങ്ങും. വിളിക്കാം പന്നെ. പന്നടാണ് ഞാൻ വിളിച്ചിട്ട് നീ എന്നെ ഫോൺ എടുക്കാത്തെ? ബ്ലൂട്ടിക്ക് വീണു, അപ്പൊ നീ കേക്കുന്നുണ്ടല്ലേ? കുഞ്ഞോളെ, ഞാൻ മെസ്സേജ് അയച്ചെന്ന് ആരോടും പറയല്ലേ, പ്രോമിസ്. എന്നാ കള്ളത്തരം? അതൊക്കെ ഉണ്ട്, നീ സത്യം ചെയ്യും. കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. പന്നെ, നീ പറഞ്ഞിട്ടാ ഞാൻ ആ ജനുവിന്റെ മോന്തയ്ക്ക് ഇടിച്ച്, എന്നിട്ട് നീ ഇപ്പൊ ഇല്ല. ഞാനെന്താ പറഞ്ഞു? പന്നടാനി, ആ ജനു രേവതയുടെ കൈ കയറി പിടിച്ചതിന് കംപ്ലൈന്റ് കൊടുത്തപ്പോ അവൻ ചോദിക്കാൻ വന്ന അവന്റെ മൂക്കിന് ഇടിച്ചോളാം നീ അല്ലടാ പറഞ്ഞേ, ഓർക്കുന്നില്ലേ? വീടിനിറങ്ങി പോകാനത്ത് പറഞ്ഞിട്ട് പോയേ. എന്റെ യേശുവേ, ഞാനത് ചുമ്മാ പറഞ്ഞതാ, നീ ചെന്ന് ഇടിച്ചോടി. ഞാൻ വലിയൊരു ഇടി കൊടുത്ത്. ഇപ്പൊ നീ വാക്കു മാറ്റുമല്ല, എല്ലാരും എന്നെ വഴക്ക് പറയാന്ന് കേട്ടിട്ട്. അവൻ ആശുപത്രിയിലായിരുന്നു, ഞാൻ പറഞ്ഞു കൊടുക്കും, നീ പറഞ്ഞിട്ടാ ഞാൻ ഇടിച്ചെന്ന്. അയ്യേ, നീ പറഞ്ഞാൽ ഞാൻ അവിടെ ഇല്ലല്ലോ, അപ്പൊ നിനക്ക് തന്നെ വഴക്ക് കേൾക്കും. അപ്പൊ നീ അതിനല്ലേ മുങ്ങിയേ? അവനോട് എന്നാ പറഞ്ഞെന്നറിയാവോ? അവനെന്നെ കോട്ടൻ ക്യാൻറ്റീന്ന് വിളിച്ചു. അത് കേട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നേ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവനെന്റെ ഫേബാച്ചിയുടെ കയ്യിലും കയറി പിടിച്ചു. അവനോട് കൊള്ളാമല്ലോ. അപ്പൊ അവനത് പോരാ, 2 ചവിട്ടും കൂടെ കൊടുക്കത്തില്ലായിരുന്നു നിനക്ക്? ഒരു കാര്യം ചെയ്യ്, നാളെ നേരെ നീ ആശുപത്രി ചെന്നിട്ട് അവന്റെ കാലും കൂടെ ഒടിച്ചിട്ട് പോരെ. നീ പറഞ്ഞില്ലേ എന്തൊക്കെ ചെയ്തേ? എന്നിട്ട് നാളെ പറഞ്ഞിട്ടില്ലെന്ന് പറയാനല്ലേ? കാസറ്റ് വലിക്കുന്നതാണോ? കളിയാക്കാൻ സ്വഭാവം നിനക്ക് അറിയാലോ. നമുക്കൊരു കോംപ്രമൈസിലെത്താം കുഞ്ഞോളെ, അതല്ലാതെ ഇത് മുന്നോട്ട് പോകത്തില്ല. പറയേ. ഞാൻ വരട്ടെ, എന്നിട്ട് നമുക്ക് പരിഹരിക്കാം. 3 ദിവസത്തിനുള്ളിൽ നീ വന്നില്ലേ, ഞാൻ എല്ലാം മമ്മിയോട് പറയും, നിന്നെ വഴക്ക് കേൾപ്പിക്കും. ആണോ? അയ്യോ, ഞാൻ ഇച്ചിരി ബിസി ആയതുകൊണ്ടാ ഇതിന് മറുപടി തരാത്തെ. അല്ലെങ്കിൽ എന്നെ പിടിച്ച് വിഴുങ്ങും. നീ മനസ്സേടെ കൂടെ കറങ്ങുവല്ലേടാ ഡാനി. കുഞ്ഞോളെ, നീ തന്നെ ഇത് പറയണോടി. തൃപ്തിയായടി എനിക്ക്. പപ്പ കലിപ്പാണോടി. എന്നോ ക്രൂര മനസ്സാണ് നിന്റെ. അല്ല, നീ ഇടിച്ചതിന് പപ്പ എന്നാ പറഞ്ഞേ? മമ്മിമാര് സീനായിരുന്നേ. സാറാമിയ കോളേജിൽ വന്നേ. 2 പേരും കൂടെ എന്നെ വഴക്ക് പറയും കാത്തിരിക്കുവായിരുന്നു. പപ്പ അത് നൈസായിട്ട് ഒതുക്കി. പപ്പ അത് നൈറ്റായിട്ട് ഒതുക്കി. നീ ഇപ്പൊ മുറിലോട്ടൊന്ന് ചെന്ന് നോക്കി, അപ്പൊ കാണാം അവിടെ നടക്കുന്ന പൂര. ഇത്തിരി കേക്കട്ടെ കുഞ്ഞോടെ, മമ്മി ഇടിച്ചതിനല്ലേ, പുറകെ നടന്ന് വീഴ്ത്തിയതല്ലയോ.
മാത്രം ഞാൻ തെറ്റിദ്ധരിച്ചില്ല കൃഷ്ണ. ഇത് സ്നേഹമാക്ക്. പാവം ധാനിച്ചായനെ വിളിക്കാൻ എനിക്കെന്തോ ചമ്മലാ. സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഇച്ചായനെ വിളിക്കുമ്പോൾ എനിക്കെന്തോ പോലെ. മുഖത്ത് നോക്കി ഇങ്ങനെയാ വിളിക്കുക. ധാനിച്ചായ കൊണ്ടാവില്ല. കൃഷ്ണ പറ്റണില്ല. ഇങ്ങനെ എന്നതാടി എന്നതാ എടുത്ത ഇത്ര എന്നതാണ് എന്നതാണ് ഒന്നുമില്ല 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 നീ ഒന്നുമില്ല കിടക്കവിടെ മിണ്ടാതിരി ഒന്നുമില്ല കിടക്ക ഒന്നുമില്ല സമാധാനപ്പെട് ട്രീസ ആയിക്കോട്ടെ ഞാൻ വിളിച്ചത് അതിനല്ല ട്രീസ. ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് ഓക്കെ മാം. എന്നാണ് ഡാനി? ട്രീസ കൊച്ചിന് അവള് ബോംബ് പൊളയുമ്പോ വാവ് ജിയ സീ ദിസ്. ഇതാ ഞാൻ ഡ്രസ് എടുത്തിട്ട് അങ്ങോട്ട് ഫോട്ടോ അയക്കാം, നീ സെലക്ട് ചെയ്താൽ മതി. ട്രീസ മയിരെ ഞാൻ അതിലല്ല വിളിച്ചത്. ആ കൊച്ചവിടെ ചാവാൻ കിടക്കുവാണ്. എന്നെ ചെയ്യണ്ടേന്ന്. ട്രീസ ഇത് സെലക്ട് ചെയ്യാം. ഇത് ഹോൾഡ് ചെയ്തോ. ഡാനി ആ കൊച്ചിന് എന്നാന്നാ? എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കില്ല ട്രീസ. എന്നതാടാ നിന്റെ വിഷയം? എന്നത്ര ഇത്ര കിടന്ന് ചൂടാവുന്നേ? ട്രീസ അവള് വേദന എടുത്ത് പൊളയുവാണ്. ഞാൻ എന്നാ ചെയ്യ? എന്റെ ഡാനി ലിസൺ, സ്കാൻ ചെയ്താലേ എന്നേലും ആയിട്ടുണ്ടോന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് സ്കാൻ ചെയ്യണമെന്ന് പറ്റുകയല്ലോ. ഇപ്പൊ നീ ആ കൊച്ചിനെ പൊക്കിക്കൊണ്ട് പോകാൻ നിന്നാൽ നീ തൂങ്ങും. അല്ല അവക്ക് വേണ്ടിയാണല്ലോ ഇപ്പൊ ഇങ്ങോട്ടൊരു കോള് വന്നത്. എന്റെ ഷോപ്പിംഗ് കഴിയട്ടെ, എന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്റെ ഷോപ്പിങ്ങും തൊലിയും കഴിഞ്ഞിട്ട് വിളിക്കടി. ഇവിടെ ഉണ്ടാക്കാൻ ഇരിക്കുവല്ലേ ഞാന്. ഈ കൊച്ചേ, എടി പെങ്കൊച്ചേ എഴുന്നേറ്റേ. ഇപ്പൊ എങ്ങനെയുണ്ട് ഡി? കുറഞ്ഞോ ഡി? ചൈത്രേ 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 ഡി? ഡി എടി കൊച്ചേ എണ്ണീറ്റേ, കളിക്കല്ലേ ടീ ടീ. എഴുന്നേറ്റ്.
പേടിപ്പിച്ച് കളഞ്ഞല്ലോടി. ഒന്നുമില്ല, ഒന്നും വരെ ഞാൻ സമ്മതിക്കില്ല. ഉറങ്ങിക്കോ. ഇത്ര നേരം എന്നെ ചിരിപ്പിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് നീ എന്നെ ജീവശവാക്കിക്കൊള്ളുന്നല്ലോടി. കിടക്കുന്ന നോക്കോളൂ. എനിക്ക് എന്നെ കർത്താവേ ഒരുമാതിരി ശ്വാസം മുട്ടുന്നത് പോലെ ഈ കിടക്കുന്നവളെ എൻ്റെ ആരുമല്ല, പിന്നെ എന്നെ. മമ്മി ഉറക്കത്തില്ല. കൊച്ചു, നിനക്ക് കോളേജിലൊന്നും പോവണ്ടേ? ദേ അച്ചാച്ചനോട് ഇറങ്ങണം. എഴുന്നേക്കി വാ. എന്റെ കൊച്ചി ഒന്ന് എണ്ണീക്ക്. എനിക്കിന്ന് നേരത്തെ പോകാനുള്ളതാ. ചാച്ചൻ വന്നിട്ട് നാളെ പൊക്കോളാം മമ്മി. ഇതാ നീ പഠിക്കുന്നോ ഇല്ല, പോയി അറ്റൻഡൻസ് എഴുതി എടുത്ത് കൊടുത്തേച്ച് വാ. വാ എണ്ണീക്ക്, എണ്ണീക്ക് എന്റെ കൊച്ചേ. വളിച്ച മോന്ത ഒന്ന് മാറ്റിച്ച് നേരെ ജോയിനൊന്ന് എണ്ണീക്ക്. പപ്പ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യും, വാ അങ്ങോട്ട്. ഇനി കണ്ടില്ല അത് മതി. വരുവാ. ഞാനിതെന്നത് കൊച്ചിൻ്റെ വയറല്ല. അയ്യോ, അതെന്നെ ഉറക്കറങ്ങിയ കൊച്ചിൻ്റെ വയറിൽ തല വെച്ചിട്ടുണ്ട് ഇവിടെ നിറയെ. തലയൊന്ന് വിട്ട് തുറക്കൂ. എന്റെ ദൈവമേ. രാവിലെ എൻ്റെ അടുത്ത് ഈ മരണപ്രാളം എടുത്തപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് അവിടെ പോയി കിടന്ന് ഉറങ്ങുന്നേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നത്തിന് ഞെട്ടിയേ? അത് ഞാനൊരു സ്വപ്നം കണ്ടതാ, അതാ ഞെട്ടിയേ. കുഴപ്പമില്ല, എപ്പോഴും ഇങ്ങനെയൊക്കെ കാണുക. എന്നോട് ചോദിച്ചേ? ഹോസ്പിറ്റലിൽ പോകണോ? എനിക്ക് ആശുപത്രിയിലൊന്നും പോകണ്ട.
പിന്നെ ഒത്തിരി ഡാൻസ്. ആ അതെനിക്ക് വേണ്ട. എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. നല്ല രാത്രി മൊത്തം എൻ്റെ ഒപ്പം ഇരുന്നത് വേണ്ടിയിരുന്നില്ല. ഞാൻ ഉറങ്ങിയപ്പോൾ അങ്ങ് പോയിക്കോ. എന്തേ? അത് ഒരു സൈഡിലോട്ട് തന്നെ കിടന്നിട്ട് ഒരു വേദന തോളിന്. എന്തിനാ അങ്ങനെ കിടന്നേ? നിനക്കത് പറയാം. ഇന്നലെ രാത്രി കിടന്ന് പൊളഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? മനുഷ്യനുണ്ടല്ലോ നിന്ന് ഉരുക്കിപ്പോയി. എപ്പോഴും ഉറങ്ങിപ്പോയെന്ന് പോലും ഓർമ്മയില്ല. അതാ ഞാൻ അറിയാതെ. കർത്താവേ. തിരി ബാമുണ്ടെങ്കിൽ അതിട്ടിട്ടോ അല്ലെങ്കിൽ ചോറ് പിടിച്ചിട്ടോ തരട്ടെ? രാത്രി മൊത്തം ഇവിടെ കിടന്നിട്ടല്ലേ? ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി കിടന്നുണ്ടായിരുന്നു. ഒരു വശത്തേക്ക് തന്നെ കിടന്നിട്ടാ. ഓ വേണ്ട വേണ്ട കർത്താവേ, ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ. സാരമില്ലടി, അത് ഇച്ചിരി മാറിക്കോളും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോവാടി. സ്കാനിങ് എന്നാന്ന് വെച്ചാൽ ചെയ്യാം. പ്രശ്നം എന്നാന്ന് വെച്ചാലേ നിന്റെ ദേഹത്തെ മുറിവാണ്. അത് ക്വസ്റ്റ്യൻ വരുമെന്നേ. പിന്നെ ഞാൻ നിൻ്റെ ആരാ, നീ എൻ്റെ ആരാ, ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഡോക്ടർമാർക്ക് കാണുമ്പോൾ തന്നെ അറിയാം സംഗതി. എന്തിനാ ഇത്ര ആലോചിച്ച് പോണേ? എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നേ. എന്നെ എളുപ്പത്തിലല്ലേ പറഞ്ഞു തീർത്തത്. നല്ല നിന്റെ മരണം എൻ്റെ മരണം ഞാൻ മുന്നിൽ കണ്ടറിയാവോ? ഞാനങ്ങ് പേടിച്ചു പോയി കൊച്ചേ. ഇന്നലത്തെ നിന്റെ എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനൊന്നും. ഞാൻ കാരണല്ലേ? ഞാൻ കാരണം ഒരുപാട് പെങ്കൊച്ചേ, കർത്താവ് അറിയാതെ ഒന്നും നടക്കുകയില്ല. ഇങ്ങനെയൊക്കെ വരണമെന്നും ഞാൻ നിന്നെ സംരക്ഷിക്കണമെന്നും ഇങ്ങനെയൊക്കെ കണ്ടറിയണമെന്നൊക്കെ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. അതങ്ങനെ അങ്ങ് നടന്നു. മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഓർക്കുമ്പോൾ നീ ഇപ്പം അങ്ങോട്ട് കയറി ഒന്നും ഓർക്കാൻ നിൽക്കണ്ട. പോയി പല്ല് തേച്ച് മുഖം കഴുകി ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് വരാൻ നോക്ക്. ഞാൻ ചായ ഇട്ട് വെക്കാം. ഓ ശരിയടാ, ഞാൻ ഒന്ന് ചെല്ലട്ടെ. എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ലല്ലോ. എന്നെ ഓർത്തേച്ചാണ് കിടന്നേ. ഞാൻ അവളുടെ വയറിലല്ല കട വെച്ച്. കൊച്ചെങ്ങാനും ആദ്യം എണീക്കായിരുന്നല്ലോ. ഇന്നത്തോട് തീർന്നാനില്ല. അത് എന്നെ കുറിച്ച് ഉറക്കോടാ കോപ്പേടാ നീ ഉറങ്ങിയത്. വേറൊരു പെൺകൊച്ചിൻ്റെ വയറിൽ തല വെച്ച്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം. ആ മനസ്സ് എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരുപാട് പേടിപ്പിച്ചു അല്ലേ? എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ. പെട്ടെന്നൊരു വേദന ഉണ്ടായിട്ട് എനിക്ക് താങ്ങാനായില്ല. കത്തി കൊണ്ട് കുത്തിയിറക്കണ പോലെ തലയേക്കാകും മരവിച്ച്. കുടിക്ക. ഒന്നും അറിയണ്ടായിരുന്നില്ല. എന്നൊക്കെ പറഞ്ഞു മരിച്ചു പോകുന്ന തന്നെ എനിക്ക് തോന്നി. വായി തോന്നല്ല അങ്ങോട്ട് വിളിച്ച് പറയാതെ ചായ കുടിക്കാൻ നോക്ക്. അവൾ മരിക്കാൻ നടക്കുന്നു.
इस दिल का अब क्या करूं, इस इश्क है कैसे कहूं, इस दिल എന്നടി വേണേ ഇപ്പം എങ്ങനെയുണ്ട്? മൊത്തത്തിലൊരു ചെക്കപ്പ് നടത്താൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ചായ കുടിച്ചേച്ചൊന്ന് നേരെയാവും, നമുക്ക് പോവാം. പുറത്തു പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തരാം. ഇറങ്ങുവാന്നേ. ദേ ഉഷാറായിട്ടങ്ങ് ഇരുന്നോണം. ഈ നേരം പോക്കിനുള്ള ആശുപത്രി കയറ്റമുണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോണം, അല്ല എൻ്റെ സ്വഭാവം മാറും. ആ എന്നാ പോട്ടെ. ആ എന്തോ അമ്മച്ചി എന്നെ ദൂരെ വന്നറിയോ മമ്മി, ഇവിടുന്ന് അവിടം വരെ. ഞാൻ നോക്കട്ടെ, പോയിച്ച് വരാം. ആ കൊണ്ടുവരാം, വിഷമിക്കാതെ പോ. എന്നാ ചാച്ചേ? എബിയെ, നേരെ നീ വീട്ടിൽ പോയി ഉടുപ്പ് മാറി വേഗം ഇങ്ങി വാ. ഒരു 5 പിള്ളേരും കൂടെ ഉണ്ട്. അത് നമ്മുടെ അപ്പാരലോട്ട് വേണ്ടതാ, നീ തന്നെ ചെയ്യണം, അല്ലേ ഒക്കുകയല്ല. പിന്നെ നമ്മുടെ ഒരു ക്ലയൻറ്റ് വരുന്നുണ്ട്. ചാച്ച എനിക്ക് നാഗമ്പടത്തിന് പോണോന്നേ. അവനെ കൂട്ടുമ്പോ മമ്മി പറഞ്ഞല്ലോ. പറയുന്ന അങ്ങോട്ട് കേട്ടേച്ചാ മതി. വേഗം ഇങ്ങോട്ട് വാ. ശരി. ചേടാ ദാണ്ടെ ഇങ്ങനെ. ഓ എബി വിളിക്കുന്നുണ്ട്. എൻ്റെ കർത്താവ്, ഇവനോട് ഞാൻ എന്നാ പറയാനാ? ഞാൻ വന്നു. വേദന കുറവുണ്ടോടി കൊച്ചേ? എന്തെന്ന് ഇപ്പൊ എന്നോട് എത്ര വട്ടായി ചോദിക്കണോ? പറഞ്ഞു ഞാൻ മടുത്തു. ചോദിക്കുന്ന എനിക്ക് മടുപ്പൊന്നുമില്ലല്ലോ, അപ്പൊ പറയുന്ന നിനക്കും മടുപ്പ് വേണ്ട. ഞാൻ പറയില്ല. നീ പറയത്തില്ലേ? ഇല്ല. വേദന ഉണ്ടോടി കൊച്ചേ? ഇല്ല. ആ ഇപ്പൊ പറഞ്ഞല്ലോ. ഞാൻ മരണില്ല കേട്ടോ. എന്നാ ശരി, എനിക്കാണ് നിർബന്ധം. വിളിച്ചിട്ട് വരുമ്പോഴേ ആ തോട്ടത്തിൽ പാള കാണും, എടുത്ത് കെട്ടി വെച്ചിട്ട് നടന്നു. അല്ലേ വേണ്ട, ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. ഓ എടുക്കുമ്പോഴേ ഇത്തിരി വലുതെടുക്കട്ടോ. എടുക്കുമ്പോ ഇത്തിരി വലുതെടുക്കാവേ. അവിടെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നിന്നോ. വാ എൻ്റെ കൊച്ചേ. അയ്യോ എനിക്ക് ചെരുപ്പില്ല. ആ അതങ്ങോട്ട് ഇറങ്ങുമ്പോ വാങ്ങിക്കാടി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എന്നത്? ഇപ്പോ ഇങ്ങനെ പോണ കാര്യം ചേച്ചിയോട് പറഞ്ഞോ? ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കതിലൊരു പേടിയുണ്ടേ. എടി ഇങ്ങനെയുള്ളതെല്ലാം തലയിലെടുത്ത് വെച്ചാ ഇപ്പൊ തലയിലൊരു കെട്ടുമായിട്ടിരിക്കുന്നേ. അത് അഴിക്കുമ്പോഴേലും ഇനിയുള്ളതെല്ലാം ഒന്ന് ഇറക്കി വെക്ക്. ഇനിയല്ല നീ നിന്നെക്കുറിച്ച് ചിന്തിക്ക്. ആരുടെയും വിഷമോ സങ്കടമോ ഒന്നും നീ നിന്റെ തലയിലെടുത്ത് വെക്കണ്ട. ഞാനേ അത്രയ്ക്ക് ബോധമില്ലാത്തവരൊന്നുമല്ല, ബോധത്തോട് തന്നെ നിന്നെ കൊണ്ടുപോകുന്നേ. അവൾക്ക് ഇതുവരെ ഇല്ലാത്ത ഉത്തരവാദിത്വമൊന്നും ഇനി അങ്ങോട്ട് കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ നീ ഒരു പെണ്ണായതാ പ്രശ്നമെങ്കിൽ അത് ചിന്തിക്കേണ്ടിയിരുന്ന സമയമൊക്കെ കഴിഞ്ഞു. ഡാനിക്ക് സ്ട്രെയിറ്റ് ടു സ്ട്രെയിറ്റ്, നേരെ വാ നേരെ പോ. അതിപ്പോൾ എന്നാ പുണ്യപ്രവൃത്തി ചെയ്യാനാന്നേലും ഒടുക്കത്തെ നെറുകേട് ചെയ്യാനാന്നേലും. മനസ്സിലായോടി? ചൈത്ര ചേച്ചി ഒന്ന് ഇറങ്ങാവോ? വീടൊന്ന് കൂട്ടട്ടെ. എന്നാ നോക്കി നിൽക്കുക? ഡീ പെങ്കൊച്ചെ കേറടി. നിനക്കെന്നെ എൻ്റെ കൂടെ വരാൻ പേടിയാന്നോ? ആ ഞാൻ പറഞ്ഞതെല്ലാം കൂടെ കയറി അങ്ങ് വിശ്വസിച്ചല്ലയോ? ഡാനി ചേട്ടനൊരു സിനിമ ഡയലോഗ് പറഞ്ഞല്ലേടി. ചൈത്ര ചേച്ചി കേറ്. ബെൽറ്റ് ഇട്. ആ ബെൽറ്റ് ഇടടി. ദേ ഇത്. എനിക്കറിയില്ലല്ലോ. ആ അറിയത്തില്ല, പഠിക്കണം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന നോക്കി അങ്ങ് ഇട്ടാൽ മതി. ആദ്യമായിട്ട് വേറെ
അത് AC കൂട്ടിയിട്ടിട്ടായിരിക്കും. എനിക്ക് ഇത്രയും തണുപ്പ് വേണം. നിനക്ക് തണുപ്പ് വേണ്ട, ഇറങ്ങിപ്പോക്കോ. എന്നെ ഇവിടെ ഇറക്കി വിട്ടോളൂ. എനിക്ക് പറ്റണില്ല. ഇപ്പോൾ വേണമെച്ചാലും പോവാൻ തന്നെയാണ് നിൽക്കണേ. എനിക്ക് വേണ്ടി മതി ചെയ്തത്. ഒക്കെ ഒരു ഭാരമായി മാറാൻ ഒരു നിമിഷം മതി. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത്ര ദേഷ്യം. ആ, ഇവിടെ ഇറക്കാം. മതിയുടെ വെച്ചേ, ഉറപ്പാണല്ലോ. അതെ. ആ, ഈ 3 ജോഡി പാക്ക് ചെയ്തോ. ഒന്ന് നിന്നേ. എന്തിനാ മുഖം ഇങ്ങനെ വെച്ചിരിക്കണേ? എന്നോട് എന്തെങ്കിലും കാലത്തോട്ട് ഈ നേരട്ടെ ചിരിച്ചിട്ടില്ല. എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും കേട്ടോ. ഇങ്ങനെ മുഖം കാട്ടി നിൽക്കണ്ട. പറ്റണ്ടേ എനിക്ക്. എൻ്റെ പ്രയാസം ഞാൻ ഓരോട്ടോ പറയുന്നത്. 10 മിനിറ്റ് മുന്നേ എൻ്റെ തൊട്ടടുത്ത് നിന്നെ ചിരിപ്പിച്ച ആൾ ശ്വാസമില്ലാതെ കിടക്കുന്നതുകൊണ്ട് എൻ്റെ അവസ്ഥ. നീ മരിച്ചു കിടക്കുവാന്നടി. ഈ ആയുസ് തീരുന്ന അത്രയും കാലം ഓർക്കാനുള്ളൊരു രാത്രി നീ എനിക്ക് ഇന്നലെ തന്നെ. ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് പറയേണ്ട കാര്യമാണ്. ഓർത്തിട്ടാണോ ആ മുഖം ഇങ്ങനെ? മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. നീ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടടി, സന്തോഷമാ. പക്ഷെ ഇന്നലെ കണ്ട മുഖം ഉണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ക്ഷമിക്ക്. എന്നതാ? ഞാൻ ക്ഷമിക്ക്. ചിരിക്കാണ്ടിരുന്നപ്പോ എനിക്ക് സത്യം ചിരിക്കാണ്ടിരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടല. എനിക്ക് വയ്യാണ്ടാവുമ്പോ ഒന്നും ഓർമ്മ ഉണ്ടായില്ല. ഡാൻസ് കൂടെ ഉണ്ടെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. വാ. കൃഷ്ണ, വീണ്ടും ഞാൻ വേദനിപ്പിക്കുന്നതായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ ഒരു സ്വഭാവം? പിടികിട്ടണ ഇത്തിരി പാടാ. വാ. ഞാൻ ഈ വേഷത്തില് എന്നാ കുഴപ്പം? എൻ്റെ ചോദിച്ചാൽ നമ്മൾ കഴിക്കാനല്ലേ പോകുന്നേ, പ്രതിഷ്ഠ വെക്കാനൊന്നും അല്ലല്ലോ. ഇനി ആർക്കെങ്കിലും കുരു പൊട്ടുന്നുണ്ടല്ലോ അപ്പം നോക്കാം. മനസ്സിലായി. നീ ഒന്നുകൂടി നീ എന്നാ അവസ്ഥ ഞാൻ ആരോടാ പറയാ കൃഷ്ണ? ചൈത്ര, എനിക്ക് നിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാവും. വീട്ടിൽ ഇരുന്ന പോലല്ല പുറത്ത് വരുമ്പോഴൊന്നും അറിയാം. ആ പ്രശ്നം എനിക്കും ഉണ്ട്. എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിനക്കും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. വാ, എല്ലാം ഞാൻ മാറ്റിത്തരാം. വാ വാടി കൊച്ചേ, ഞാനല്ലേ വിളിക്കുന്നേ. അല്ല, ഒന്നുകൂടി. ഓ, എന്നോ കോപ്പേ നിന്റെ പ്രശ്നം? പറ. ഒന്നുമില്ല. എന്നാടി പെണ്ണെ, പറയേ. ഒന്നുമില്ല. പറയടി. ഒന്നുമില്ല. പറയടി. ഒന്നും ഇല്ലാഞ്ഞിട്ടുണ്ടോ നിനക്കൊരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞേ? എന്നെ ചീത്ത വിളിക്കണത് എനിക്കിഷ്ടമല്ല. ഓ, സോറി ചേച്ചി, ഐ എം റിയലി സോറി. പറയൂ ചേച്ചി, പറയൂ, ഞാൻ കേൾക്കാം. കാര്യം പറയുമ്പോ എന്തിനാ കളിയാക്കണേ? മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? ചില്ലറക്കാരിയല്ല, നോട്ടുകാരിയാണ്. എന്നെ മര്യാദ പഠിപ്പിക്കാനൊക്കെ എനിക്കൊന്നും അറിയാനായിരുന്നു. ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ദേഹമൊക്കെ ആകെ നാറുന്നു എന്നൊക്കെ? അത് സത്യമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതാ. സ്പ്രേ വേണോ? വേണ്ട. വേണ്ടല്ലോ. അപ്പോൾ ഒന്ന് വാ, എനിക്ക് വിശക്കും. നിന്റെ പൊന്നടി, നീ ഒന്ന് എഴുന്നേറ്റ് വാ. ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കല്ലേ? പേടിക്കണ്ട, ഞാനില്ല. എന്റെ മനസ്സെങ്ങനെ ഇങ്ങനെ വായിക്കണേ? നിന്റെ കണ്ണി നോക്കിയാ മതി. എനിക്കറിയാം, ആ കറുത്ത വട്ടെല്ലാം കൂടി തൊള്ളിങ്ങി വരും. എന്റെ ഉണ്ടക്കണ്ണാടി. ആന്നേ, രസമുണ്ട്.
അങ്ങോട്ട് നോക്കൂ, അവിടെ തന്നെ ഇരിക്കുന്നു. ഇവിടെ എൻ്റെ മുതലോട് നോക്കൂ. അതായത് താമസിക്കണേ, കഴിക്കാനുള്ളതൊക്കെ എപ്പോഴാണ് കൊണ്ടുവരിക? ഇപ്പം കൊണ്ടുവരും. എന്താ വലിയ ഹോട്ടലാ? എനിക്കാണെങ്കിൽ ശ്വാസം ഉണ്ടെങ്കിലൊക്കെ കയറിയിട്ടൊന്നുമില്ല, ആദ്യമായി കയറണേ. എന്താ അത് നോക്കണേ? ഞാനോ? ഞാൻ നോക്കിയിട്ടൊന്നുമില്ലല്ലോ. അത് ഞാൻ വേറൊരു കാര്യം ഓർത്തിരുന്നത്. ആ ദേ വരുന്നുണ്ട്. അപ്പം എങ്ങനെ പേടിയല്ലേ മാറ്റി വെച്ച് നമുക്ക് തുണിക്കടയിലോട്ട് കയറുമല്ലേ? എടി കൊച്ചെ, പേടിക്കുവാന്നേ ഞാനാ പേടിക്കണ്ടേ? ഇവിടെ നിശ്ചയം അങ്ങോട്ട് ടേൺ ചെയ്തത് നമ്മുടെ തുണിക്കടയാ, അറിയാവുന്നവരാ മൊത്തം. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കഴിക്കാൻ നേരം ഫോർമാലിറ്റി ഇട്ട പോലെ ഇവിടെ കയറിയിട്ട് ഫോർമാലിറ്റി ഒന്നും ഇടാൻ നിന്നേക്കരുത്. ആവശ്യത്തിനുള്ള തുണി എടുത്തോണം, എന്നാ വേണേലും എടുത്തോണം, കേട്ടോ? ഒത്തിരി പൈസയാവുമോ? ശേ, നീ എന്നിങ്ങനെ കൊച്ചാക്കാത്തിരി കൊച്ചേ. കാണാൻ മാത്രമേ ഉള്ളൂ ദരിദ്രവാസി. എൻ്റെ കയ്യിൽ കാശുണ്ടടി. ഈ ഓരോന്ന് പറഞ്ഞ് എന്നെ വട്ടാക്കാതെ വേഗം ഇറങ്ങും. പരിചയമില്ലാത്ത പോലെ പരിപാടിയൊന്നും കാണിച്ചേക്കില്ല. നേരത്തെ വിളിച്ചില്ല, അങ്ങനെ അങ്ങ് വിളിച്ചോണം. ആർക്ക് സംശയമൊന്നും ഉണ്ടാക്കിയേക്കരുത്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അപ്പം പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് വിളിച്ചാൽ മതി. അഭിനയിക്കല്ലേ? കാറിയിരുന്ന് വിളിച്ചില്ലോ, ഡാനി ചായന്ന് അങ്ങനെ വിളിച്ചാൽ മതി. ഞാനിപ്പോ അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ നിന്റെ മറ്റേ അമ്മാക്കളാണ് വിളിച്ചത് തന്നെ. അങ്ങനെ വിളിച്ചു. വലിയ പ്രശ്നമാകുവേ. പറഞ്ഞില്ല എന്ന് വേണ്ട, കേട്ടല്ലോ? ഒരു ഡ്രസ്സ് എടുക്കുവാന്നില്ല, ഡാനി ചായ ഇത് മതിയോ? അങ്ങനെ വേണം, കേട്ടോ? വിളിക്കാം. ഇതൊക്കെ നാടകം. എൻ്റെ കൃഷ്ണ, കുറച്ച് വെച്ച് കള്ളനാ. ഇപ്പൊ ഇങ്ങനെ വിളിപ്പിച്ചിട്ട് ഇതിന് മാത്രം ആലോചിക്കുന്നേ. എനിക്കിങ്ങനെ കടുത്തൊന്നും നിൽക്കുന്നത് ഇഷ്ടമല്ല. അയ്യോ, എന്ത് വലുതാ എൻ്റെ കൃഷ്ണ. കാലിന് നീളമുണ്ട്, ഓടാണല്ലോ. ഒപ്പം കഴിയണില്ല. എന്റെ പൊന്നടി, നീ എന്നത് എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന ഇങ്ങോട്ട് വരാൻ. കൃഷ്ണ ഓടിട്ടാ, എനിക്കണ്ട് ദേഷ്യം വരുന്നു. ദേ ആ സെക്ഷനാ, അങ്ങോട്ട് പോകുമ്പോ. ചുരിദാർ പോരടി. നീ പറയേ, ഞാൻ ചോദിച്ചോണ്ട് ഉമ്മെന്ന് പറയാതെ. നിനക്ക് എന്നതാണ് പറ്റുന്നത് അത് പറ. മതിയെന്നാ, ഞാൻ ചുരിദാർ തന്നെ ഇടാറ്. എന്താ സാർ നോക്കുന്നത്? വരൂ. ലാർജ് സൈസ് ചുരിദാർ ഒന്ന് കാണിച്ചു കൊടുക്ക്. സാർ, ഈ മാമിന് സ്മോള് മതിയായിരിക്കും. ലാർജിന്റെ സെക്ഷൻ കാണിച്ചു കൊടുക്ക്, അവള് സെലക്ട് ചെയ്തോളൂ. സാർ, അത് ഓൾട്ടർ ചെയ്യേണ്ടി വരും. എടോ കുട്ടി, അത് കാണിച്ചു കൊടുക്ക്. അത് ഓൾട്ടർ ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടേ. അത് വേറൊന്നുമല്ല, അവൾ ഈ സിറ്റുവേഷനിൽ ചെറിയ സൈസ് ഒന്നും ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട്. ഓക്കെ സാർ, വരൂ മാം. മാം നോക്കുന്നില്ലേ? അത് ആള് വരട്ടെ, ഫോൺ വിളിക്കാണെന്ന് തോന്നണു. മാം നോക്കിക്കോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അയ്യോ, ഇന്ന് അങ്ങനൊന്നും വിളിക്കണ്ട കേട്ടോ. ഒന്ന് നിക്കണേ, വരട്ടെ. എനിക്ക് അത്ര പിടുത്തില്ലാത്തോണ്ടാ. മാം ഇതൊന്ന് നോക്കിക്കേ. നല്ല കറങ്ങാണ്.